ഇനി പറയുന്നത് ഉദ്യോഗസ്ഥരുടെ നല്ല പെരുമാറ്റത്തിന്റെ വാർത്തയാണ്. മലപ്പുറത്താണ് സംഭവം. തിരൂരങ്ങാടിയിൽ മാതാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി. റവന്യൂ അധികൃതർ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി മാതാവിന് വീട് തിരിച്ചുകൊടുത്തു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, കൈയടിക്കേണ്ടതാണ് ഈ തീരുമാനം. എല്ലാ ഇത്തരത്തിലുള്ള മക്കളും കണ്ടിരിക്കേണ്ടതാണ് ഈ വാർത്ത. എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ മുബഷീർ. ഡോക്ടർ അരുൺകുമാർ, 78 വയസ്സ് പ്രായമുള്ള വയോധികയായിട്ടുള്ള ഒരു സ്ത്രീ അമ്മയോടാണ് മകന്റെ ഒരു ക്രൂരത എന്നുള്ളതാണ്. രാധയോ കഴിഞ്ഞ ദിവസമായിരുന്നു മകൻ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവങ്ങാടി RDO ആണ് രാധ സമീപിക്കുന്നത്. അനുകൂലമായിട്ടുള്ളൊരു വിധി തിരുവങ്ങാടി RDOയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അമ്മയെ വീട്ടിലേക്ക് കയറ്റണം എന്നുള്ളത് തന്നെയായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് മകൻ സുരേഷ് കുമാർ പിന്നീട് ജില്ലാ കളക്ടറെ സമീപിക്കുകയായിരുന്നു. അവിടെ നിന്നും സുരേഷ് കുമാറിന് തിരിച്ചടി ഉണ്ടാകുന്നൊരു നടപടി ഉണ്ടാകുന്നു. അതിലൊരു കാരണവശാലും അമ്മയ്ക്കെതിരായുള്ളൊരു നടപടി എടുക്കാൻ സാധിക്കില്ല, അമ്മയെ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സമാനമായിട്ടുള്ളൊരു നിലപാട് തന്നെ നടപടി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു ഘട്ടത്തിലൊന്നും തന്നെ സുരേഷ് കുമാർ അമ്മയായിട്ടുള്ള രാധയെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറായിരുന്നില്ല. പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വയോധികയായിട്ടുള്ള സ്ത്രീയെ അവർ പുറത്തു നിർത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഉത്തരവുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാധയും കൂട്ടി തഹസിൽദാർ ഉൾപ്പെടുന്ന സംഘം കഴിഞ്ഞ ഏപ്രിൽ 28-ാം തീയതി ആ ഒരു വീട്ടിലേക്ക് എത്തിയെങ്കിലും ഇവർ വീട്ടിലേക്ക് അമ്മയെ കയറ്റാൻ തയ്യാറാകുന്നില്ല. ഇവർ ഇവിടെ നിന്ന് മാറി താമസിക്കാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പോലീസുമായി വന്ന് ബലം പ്രയോഗിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ച ഘട്ടത്തിൽ തങ്ങൾക്ക് സാധന സാമഗ്രികൾ ഉൾപ്പെടെ മാറ്റാനുള്ള സമയം വേണം, തങ്ങൾ മാറിത്തരാമെന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ദിവസങ്ങൾക്കിപ്പുറം അത് നടക്കാതെ വന്നതോടുകൂടിയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന ഒരു സംഘം ആ ഒരു മേഖലയിലേക്ക് എത്തി. ഇത്തരത്തിൽ സുരേഷ് കുമാർ അടങ്ങുന്ന സംഘത്തെ ആ ഒരു വീട്ടിൽ നിന്നും മാറ്റി അമ്മയ്ക്ക് കയറാനുള്ള നടപടികൾ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ്. മാതാവിനോട് മകൻ ചെയ്ത ക്രൂരതയ്ക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നു, നീതിയുണ്ടായി. അത് ആ നിലയിൽ തന്നെ അവർ പ്രവർത്തിച്ചത് മൂലം അവർക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മനുഷ്യത്വം മരവിച്ച ഒരു സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായ ഇടപെടലിലൂടെയാണ് അവിടെ നീതി ലഭിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇവർ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പല ഘട്ടങ്ങളിൽ അഭ്യർത്ഥനയുമായി വന്ന സമയത്ത് ഈ മകനും കുടുംബവും അടങ്ങുന്ന ആളുകൾ വളരെ മോശമായിട്ടായിരുന്നു ഈ ഒരു സ്ത്രീയോട് പെരുമാറിയുന്നത് എന്നുള്ളതൊക്കെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം മോശമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ തന്നെ അവർക്ക് നീതി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു മുബഷീർ. അമ്മ അടിച്ചിറക്കുന്ന എല്ലാ മക്കൾക്കും അതൊരു പാഠമാവട്ടെ.